ഹലോ ഗായ്സ്, അപ്പോൾ രാവിലെ തന്നെ എണീറ്റ് നോക്കിയപ്പോൾ നല്ല ഇരുട്ടടച്ചൊരവസ്ഥയാണ്. വേറെ ഒന്നുമല്ല, കറണ്ട് പോയി. സോ ഞാൻ വിധിച്ച് പുറത്തിരുന്ന് പല്ലേക്കാണ്. അങ്ങനെ പുറത്ത് നല്ല മഴയാട്ടാ. നമ്മൾ രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ചക്ക കണ്ടാണ് കണിയേണ്ടത്. പിന്നെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങിയപ്പോഴാണ് ഗൈസ് കണ്ടത്, നമ്മുടെ അപ്പുറത്തെ പറമ്പിലത്തെ തെങ്ങ് നമ്മളെ വഴിയിലേക്കാണ് വീണേക്കുന്നത്. ഇന്നലത്തെ കാച്ചിൽ മഴയ്ക്കാണ് വീണത്, അതും നമ്മുടെ വഴിയിലേക്കാട്ടോ വീണേ. ഇതുകൊണ്ടൊരു തേങ്ങ. അപ്പം നിങ്ങൾ വിചാരിക്കുന്നുണ്ട് അവളെന്താ തേങ്ങ കണ്ടിട്ടില്ലേ? അതുകൊണ്ടല്ല, ഈ വീണെടുക്കുന്ന തേങ്ങ കാണാൻ എനിക്കൊരു ക്യൂരിയോസിറ്റിയാണ്, എന്ത് ചെയ്യാം. പിന്നെ കുറച്ച് നേരം മഴയൊക്കെ ആസ്വദിച്ച് പല്ലൊക്കെ തേച്ച് അവിടെ ഇവിടെയൊക്കെ നോക്കി നിന്നേ. പിന്നെ നമ്മളെ അപ്പുറത്തെ വ്യൂ, അതായത് തെങ്ങ് വീണേൻ്റെ ഓപ്പോസിറ്റ് വ്യൂ ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇപ്പോൾ കറക്റ്റാണ്, നമ്മളെ വഴി മുടക്കിയിട്ടാണ് നമ്മളെ തെങ്ങ് വീണേക്കുന്നത്. കണ്ടില്ലേ, ഇതാണ് അവസ്ഥ. പിന്നെ ഞാൻ വിചാരിച്ചു നമ്മളെ കുളം എന്തായെന്ന് നോക്കാൻ, കാരണം നല്ല രീതിക്ക് മഴ പെയ്തിട്ടുണ്ട്. സോ ഇതാണപ്പോൾ കുളത്തിൻ്റെ അവസ്ഥ. ഇന്നലെ ഒന്നും ഇത്ര മഴയോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം എന്താ വെച്ചാൽ ഒരു ദിവസം പെയ്ത മഴ കൊണ്ടാണ് ഇത്രയും വെള്ളം കയറിയിരുന്നത്. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ മഴയാണ്. സോ ഇന്ന് രാവിലെ ഇട്ടും നിന്നിട്ടില്ല, നല്ല രീതിക്ക് പെയ്യുന്നുണ്ട്. ഇന്നലെ ഇത്രയും വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഈ കുളത്തിൻ്റെ ഏകദേശം കാൽഭാഗം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നാണെങ്കിൽ ഫുള്ള് നിറഞ്ഞ് കവിഞ്ഞ് നിൽക്കുകയാണ്. അപ്പുറത്തെ പറമ്പുകളിലും തെങ്ങിൻ്റെ മണ്ടയിലേക്കൊക്കെ കണ്ടോ, തെങ്ങിൻ്റെ തടത്തിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. ഓരോ സൈഡിൽ നിന്ന് കയറി തുടങ്ങുന്നുണ്ട്. ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാ തെങ്ങിൻ്റെ സൈഡിലും വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. നമ്മൾ അപ്പുറത്തെ വീട്ടിലെ കുളമാണ് കാണുന്നത്. അവിടെ ഇതേപോലെ തന്നെ കുളം നിറഞ്ഞൊഴുകി മുറ്റത്തൊക്കെ വെള്ളമായിട്ട് നിൽക്കുകയാണ്. ഇതാണപ്പോൾ നമ്മുടെ കുളത്തിൻ്റെ അവസ്ഥ. ഇതേ ഒരു തേങ്ങ കിടക്കുന്നു, ബട്ട് അത് എടുക്കാൻ പറ്റത്തില്ല, കാരണം കേടായ തേങ്ങയാണ്. അത് 3-4 ദിവസമായി അവിടെ കിടക്കുന്നു, പിന്നെ എടുത്തിട്ട് കാര്യമില്ലല്ലോ. അപ്പോഴും നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട് കേട്ടോ, മഴയ്ക്കൊന്നും ഒരു കുറവില്ലേ. പിന്നെ ഇവിടെ നിന്നൊക്കെ നമുക്ക് മഴ പെയ്ത് കഴിഞ്ഞാൽ ബ്രാലിനെ കിട്ടും. നമ്മളെ നാട്ടിൽ ബ്രാലെന്നാണ് പറയുക. ഇങ്ങനെ വഴിക്ക് പോണ, പിടിച്ച് കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ ഒതുങ്ങില്ല, അങ്ങനെ വഴിക്ക് പോകും. അങ്ങനത്തെ ഒരു തരം മീൻ. ഇടയ്ക്ക് ഇങ്ങനെ വെള്ളം കയറിക്കഴിഞ്ഞാൽ തോട്ടിൽ നിന്നും അതേപോലെ ഇവിടെ കയറിക്കഴിഞ്ഞാൽ ഈ തെങ്ങിൻ്റെ സൈഡിൽ നിന്നൊക്കെ ഇടയ്ക്ക് ബ്രാലിനൊക്കെ കിട്ടാറുണ്ട്. ഇപ്രാവശ്യം തപ്പാൻ വേണ്ടി നടന്നില്ല. അങ്ങനെ കുറച്ച് നേരം തെണ്ടി നടന്ന് പിന്നെ വിചാരിച്ചു പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് വായൊന്നും കഴിയിട്ടില്ല. പിന്നെ പോയി കൈയും കാലും മുഖമൊക്കെ കഴുകി ചായ കുടിക്കാമെന്ന് വെച്ചു. അപ്പോൾ ഒന്ന് പുട്ടും പപ്പടം പിന്നെ നമ്മുടെ എന്തായിരുന്നു ചായയായിരുന്നു. പിന്നെ കുറച്ച് നേരം ടി വി ഇരുന്ന് കണ്ടു. അതിൻ്റെ ഇടയിൽ കറണ്ട് പോയിട്ട് ഇപ്പോൾ കറണ്ട് വന്നേ ഉള്ളൂ കേട്ടോ. അതിൻ്റെ ശോകമുഖതയിലാണ് എൻ്റെ ചേട്ടൻ നടക്കുന്നത്. പിന്നെ ഒരു ഡാർക്ക് ഫാൻറ്റസി കഴിച്ചപ്പോൾ വീണ്ടും കറണ്ട് പോയേ. പിന്നെ എൻ്റെ ഫോണിലത്തെ ചാർജ് പോയിട്ട് പിന്നെ ഞാൻ ചാർജ് എൻ്റെ വലിയമ്മയുടെ വീട്ടിൽ കൊണ്ട് കുത്തി വെച്ച്. അതിനുശേഷം ഇതിപ്പോൾ ഞാൻ എൻ്റെ ചേട്ടൻ്റെ ഫോണിലെടുത്ത വീഡിയോ ആണ്. പിന്നെ വീണ തെങ്ങിൽ നിന്ന് നമുക്ക് നാളികേരല്ലേ എന്താ പറയുക, ഇളനീര് കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതും പൊളിച്ച് അതൊക്കെ കുടിച്ചു. പിന്നെ ഗ്യാപ്പ് കിട്ടിയപ്പോൾ ചാർജ് ഫുള്ളായി. അപ്പോൾ അങ്ങനെ വീണ്ടും പോയി എടുത്ത് വന്നു. പിന്നെ കറണ്ടൊന്നുമില്ല, ഇപ്പോഴും ഫ്ലാഷ് ലൈറ്റ് കൊണ്ടാണ് നമ്മൾ ഈ ലൈറ്റ് കാണുന്നത്. അതിൻ്റെ ചോറ്, ചമ്മന്തി, പിന്നെ വെണ്ടയ്ക്കുപ്പേരി, അച്ചാർ, പിന്നെ ഒരു തട്ടിക്കൂട്ട് ചമ്മന്തി അതും ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂടി കഴിച്ചു. പിന്നെ നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു. സോ അതൊക്കെ കഴുകി. പിന്നെ എൻ്റെ സൗണ്ടിന് നല്ല വ്യത്യാസമുണ്ട്, വേറെ ഒന്നുമല്ല, മൂക്കടപ്പ്, ജലദോഷം, ഇങ്ങനെയായിട്ട് നല്ല രീതിക്ക് സൗണ്ട് മാറിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് എൻ്റെ സംസാരത്തിൽ ചിലപ്പോൾ മനസ്സിലാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ കുറച്ച് അപാകതകളൊക്കെ ഉണ്ടാവും, ക്ഷമിക്കണം. പിന്നെ ഉച്ചയ്ക്ക് കുറച്ച് നേരം കിടന്ന് പിന്നെ വൈകുന്നേരമായി എണീറ്റപ്പോൾ വീണ്ടും നല്ല രീതിക്ക് മഴ പെയ്യുന്നുണ്ട്. ഒരു കുറവും ഉണ്ടായിരുന്നില്ല. നല്ല രീതിക്ക് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് ഇടിയൊക്കെ വെട്ടുന്നുണ്ട്, പക്ഷേ കുഴപ്പമില്ല. ഇതുകൊണ്ടിടെ കണ്ട നമ്മളെ തെങ്ങ് തന്നെ ഇരുന്നാടുന്നു. പിന്നെ പറമ്പിൻ്റെ ഉടമസ്ഥൻ വന്നു, അതായത് എൻ്റെ പാപ്പൻ്റെ പറമ്പാണ്. സോ പാപ്പൻ വന്ന് തേങ്ങയൊക്കെ എടുത്തു, ഓല വെട്ടി, അതൊക്കെ സൈഡിൽ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതാണ് കുരുത്തോല, നിങ്ങൾക്കൊക്കെ ഓൾമോസ്റ്റ് അറിയാമായിരിക്കും. നമ്മൾ ഈ പരിപാടിയിലേക്കൊക്കെ, അതായത് ഉത്സവങ്ങൾക്കൊക്കെ ഇങ്ങനെ കുരുത്തോല ഇങ്ങനെ ചേർത്തിടണം കണ്ടിട്ടില്ലേ.
പിന്നെ അച്ചിങ്ങുണ്ട്, കുഞ്ഞി മാങ്ങയുണ്ട്, കുഞ്ഞി തേങ്ങയുണ്ട്. പിന്നെ അതേ എൻ്റെ തെങ്ങ് ഒറ്റയ്ക്ക് നടന്നുണ്ടോ പ്രേതം കയറിയതൊക്കെ ഷീത്താൻ. അങ്ങനെ നമ്മൾ നേരത്തെ എടുത്തിട്ട് ഓലൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പിന്നെ എൻ്റെ ചേട്ടൻ ആരെയോ കാര്യമായി വിളിച്ച് നടക്കുന്നു, ആരെയാണോ എന്തോ. അങ്ങനെ കുറച്ച് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴത്തേനും ഇവിടെ ഒക്കെ നല്ല രീതിക്ക് വെള്ളം പിടിച്ച്. രാവിലെ ഒന്നും ഇവിടെ ഒന്നും വെള്ളം ഉണ്ടായിരുന്നില്ല. ഇപ്പം മുറ്റത്ത് ആകെ വെള്ളമായി. ഇത് അപ്പുറത്തെ വീട്ടിലത്തെ കുളത്തിൻ്റെ ഭാഗമാണ്. അവരവിടെ ഫ്രണ്ടിലേക്കൊക്കെ വെള്ളം കയറി കേട്ടോ. ഇവിടെ നിന്നൊക്കെ ഞാൻ കുറേ മീനെ പിടിക്കും. ഇതേപോലെ മഴക്കാലമായി കഴിഞ്ഞാൽ ഞാൻ ഇവരെ വീട്ടിലേക്ക് വരും മീൻ പിടിക്കാൻ വേണ്ടിയിട്ട്. കുഞ്ഞു മീനാണ്, വേറെ കാര്യമൊന്നുമില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോൾ എനിക്ക് വീണ്ടും വിശന്നപ്പോൾ ഞാൻ വിചാരിച്ചു ചോറുണ്ടായിരുന്നു. അപ്പോഴും കറണ്ട് ഇല്ല. ലാസ്റ്റ് ഫ്ലാഷൊക്കെ ഇട്ട് ഇച്ചിരി ചോറ് തന്നുള്ളൂ. എന്തോ ഒരു വിശപ്പ് തോന്നിയപ്പോൾ കഴിക്കാമെന്ന് വെച്ചു. ലാസ്റ്റ് ലാമ്പൊക്കെ വെച്ച് സെറ്റാക്കി ഫുഡൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞപ്പോഴത്തേണ്ടടാ 1 രൂപയുടെ നോട്ട്. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനത്തെ കാണുന്നതെന്ന് തോന്നുന്നു. പിന്നെ പണികളൊക്കെ കഴിച്ച് പിന്നെ വിളക്കൊക്കെ കൊളുത്തി പിന്നെ നമ്മൾ രാത്രിയത്തെ ഫുഡ് കഴിച്ചേ. ഇന്ന് രാത്രി നമ്മൾ പുറത്തുനിന്നാണ് ഓർഡർ ചെയ്ത ഒരു ബർഗറും പിന്നെ നമ്മളെ ഉരുളക്കിഴങ്ങിൻ്റെ ഫ്രൈസും പിന്നെ ചിക്കൻ എന്തോ ഒരു നട്ട്സാന്ന് തോന്നുന്നു, അങ്ങനെ എന്തോ ആണ് പേര്. പിന്നെ അതൊക്കെ കൂടി കഴിച്ചു. അങ്ങനെ ബർഗറിന് കുറച്ച് ഡെക്കറേഷൻ കൊടുത്ത് അതും കഴിച്ചു. പിന്നെ ഞാൻ കിടന്നുറങ്ങി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. താങ്ക് യു.